ബീഫ് എടുത്ത് ചോറിനകത്തിലേക്ക് ഇടട്ടെ. യെസ്, കൊതി വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാൻ കഴിക്കട്ടെ. എൻ്റെ മോനെ, എന്തോ ടേസ്റ്റ് എന്നറിയാം ഈ ബീഫ് കറിയും. ഒരു രക്ഷയില്ല കേട്ടോ. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്ന അത്യാപത്താണ്. അതേപോലെ ചോറ് കഴിക്കും. അയ്യോ, രക്ഷയില്ലാത്ത ബീഫ് കറി കേട്ടോ. ഞാൻ ഈ ബീഫെ തന്നെ ആദ്യം തുടങ്ങി എന്താണെന്നറിയാമോ? ആലപ്പുഴയാണ്, സീ ഫുഡിൻ്റെ കലവറയാണ്, മീനിൻ്റെ ഒരു മേളം തന്നെയാണ് ഇവിടെ. പക്ഷെ നിങ്ങൾ ഈ ബീഫ് കറി മിസ് ചെയ്യല്ലേ, ഈ ബീഫ് കറി കൂട്ടാതിരിക്കല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബീഫ് കറി ആദ്യം എടുത്ത് ട്രൈ ചെയ്തത്. മീനിൻ്റെ കൂടെ മുങ്ങിപ്പോലെ കേട്ടോ ഈ ബീഫ് കറി. കഴിക്കണം, മസ്റ്റാണ്. പിന്നെ നെയ്യും ആ ചാറും. ഓ, കപ്പ എടുക്കാം. ബീഫിൻ്റെ പ്ലേറ്റ് നമുക്ക് ഇങ്ങനെ അങ്ങ് വടിക്കണം. തുള്ളി ചാറ് പോലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ബീഫ് കറിയാണ്. അത് ഞാൻ ചോറിനകത്ത് വെച്ചു. താരം നെയ്മീൻ തല നോക്കൂ, ഉഴുത്ത ചാറായിരുന്നു. തല എടുത്തിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് വെക്കാം. വാവ്, കണ്ടോ 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 നെയ്മീൻ്റെ തല. കഴിക്കട്ടെ, തലേന്ന് കഴിച്ചു നോക്കട്ടെ. ഇവിടുന്ന് മീൻ തല എടുത്ത് ചോറിനകത്ത് വെച്ചു. ഇച്ചിരി കപ്പ എടുക്കാം. മീൻചാറും കപ്പയും ഇല്ലാത്ത എന്താഘോഷം മോനെ. എരിവെന്നൊക്കെ പറയുന്നില്ലേ, ടേസ്റ്റി തലക്കറി കേട്ടോ. നല്ല എരിവുള്ള ഉളിയുള്ള ഉഴുത്ത തലക്കറി. പേര് വരുമ്പം പല പല മീൻ തലകളുണ്ടാവും. ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിച്ച് ഞാൻ തല തീർത്തു. ഇല്ലേ മുള്ളും എല്ലാം അണ്ണാക്കി പോയാലോ. സമയമെടുത്ത കഴിച്ചു. അല്ല, വെന്തലർത്ത കപ്പ, ശരി ഗ്രേവിയും കൂടെ കിട്ടും. നോക്ക് മോനെ, നോക്ക്. സുഭാഷ് ഹോട്ടൽ, ആലപ്പുഴ ചുങ്കം ഈസ്റ്റിലാണ്.